താരം ഇനി മൊഴിയും വർണ്ണങ്ങൾ കതിച്ചൊരിയും ഒന്നാകും മനസ്സുകളിൽ അറിവിൻ പുഞ്ചിരി മഴയാ ചുവടുകളിൽ ചായുമീണമാ ഗാനോത്സവമായതാ ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM റേഡിയോ പാനൂർ. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിൽ ഫ്രാൻസിൽ നടന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർജിയ മെലനി അമേരിക്കൻ പ്രസിഡന്റ് അടക്കമുള്ള ലോക നേതാക്കന്മാർക്കൊപ്പം നിൽക്കുന്ന ചിത്രം ഒട്ടുമിക്ക പത്രങ്ങളും പ്രസിദ്ധീകരിക്കുന്നു. ഇങ്ങനെയൊരു ഫോട്ടോ എടുക്കാൻ മെലനി പലതവണ തന്നോട് യാചിച്ചു എന്നാണ് ട്രംപ് പറയുന്നത്. ഞാനും ഇറ്റലിയും ആരോടും ഒന്നും യാചിക്കാറില്ല എന്നാണ് മെലനി പ്രതികരിച്ചത്. ഒരു രാഷ്ട്രത്തലവന് ചേരാത്ത ഇത്തരം പ്രസ്താവനകൾ ഇതിനു മുമ്പും ഇദ്ദേഹം നടത്തിയിട്ടുണ്ട്. വാഷിംഗ്ടണിൽ തന്നെ സന്ദർശിക്കാനെത്തിയ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ ടീഷർട്ടിനെ പരിഹസിക്കുകയും തന്നെ പോലെ സ്യൂട്ട് ധരിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. സുഹൃത്തുക്കൾ ചേർന്ന് ഫോട്ടോ എടുക്കുന്നത് പോലെ ലളിതമായ കാര്യങ്ങളെ പോലും ഒരു രാഷ്ട്രത്തലവനെ ആക്ഷേപിക്കാനുള്ള അവസരമായി ഉപയോഗിക്കുന്നത് ചെറിയ കാര്യമല്ല. മെലനി കേവലം ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ പരിഹാസം വന്നു തറയ്ക്കുന്നത് മെലനിയുടെ ചുമരിലല്ല, ഇറ്റലിയുടെ ഹൃദയത്തിലാണ്. വെള്ളിയാഴ്ച ഇറാനും അമേരിക്കയും സ്വിറ്റ്സർലൻഡിൽ വെച്ച് അന്തിമ കരാർ ഒപ്പിടും എന്നതായിരുന്നു നേരത്തെയുള്ള ധാരണ. എന്നാൽ ഇലക്ട്രോണിക് സംവിധാനത്തിലൂടെ ജൂൺ 17 ബുധനാഴ്ച തന്നെ കരാർ ഒപ്പുവെച്ചു. ലെബനോൺ ആക്രമണം അവസാനിപ്പിക്കണമെന്നത് ഈ കരാറിലെ പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥയായിരുന്നു. ഈ കരാറിൽ ഒപ്പിട്ടിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ ഇത് തങ്ങൾക്ക് ബാധകമല്ല എന്നു പറഞ്ഞ് 2 ദിവസത്തിനു ശേഷം ഇസ്രായേൽ ലെബനോണിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ആക്രമിച്ചു. ഇത് കരാറിൻ്റെ ലംഘനമാണെന്ന് ആരോപിച്ച് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതത്തിന് ഇറാൻ നിരോധനം ഏർപ്പെടുത്തി. മധ്യസ്ഥന്മാരായ പാകിസ്ഥാന്റെയും ഖത്തറിൻ്റെയും പ്രതിനിധികളും ഇറാന്റെയും അമേരിക്കയുടെയും പ്രതിനിധികളും സ്വിറ്റ്സർലൻഡിൽ എത്തി ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ലെബനോൺ ആക്രമണം അവസാനിപ്പിക്കുന്നതിന് പ്രഥമ പരിഗണന നൽകണം എന്നാണ് ഇറാന്റെ ആവശ്യം. ഇതേ തുടർന്ന് ഇസ്രായേലിനെ ഐക്യരാഷ്ട്രസഭ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയെങ്കിലും ഹിസ്ബുള്ളയെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഇറാനെ ആക്രമിക്കും എന്നാണ് ട്രംപിന്റെ ഭീഷണി. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുന്ന പ്രമേയം സെനറ്റ് 2 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെ പാസാക്കി. ഇതേ പ്രമേയം നേരത്തെ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സും പാസാക്കിയിട്ടുണ്ട്. ഇത് പ്രസിഡന്റ് ഒപ്പുവെച്ചാൽ നിയമമാകും. എന്നാൽ ഇത്തരം പ്രമേയങ്ങൾ പ്രസിഡന്റിൻ്റെ അംഗീകാരത്തിനായി സമർപ്പിക്കാൻ വ്യവസ്ഥയില്ല. അതുകൊണ്ട് തന്നെ നിയമപരമായി പ്രസിഡന്റിന് ഇതൊരു ഭീഷണിയല്ല. പ്രസിഡന്റിൻ്റെ കക്ഷിക്ക് ഭൂരിപക്ഷമുള്ള സെനറ്റിലും ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിലും പ്രസിഡന്റിനെതിരായ ഒരു പ്രമേയം പാസ്സായത് ചെറിയ കാര്യമല്ല. തനിക്കെതിരായി വിധി പ്രഖ്യാപിച്ച ജഡ്ജിയോട് പറഞ്ഞതുപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നാണ് ട്രംപ് പ്രതികരിച്ചത്. ഒരു യുദ്ധം 60 ദിവസത്തിൽ കൂടുതൽ നീണ്ടുപോയാൽ കോൺഗ്രസിൻ്റെ അനുമതി തേടണം എന്നാണ് വ്യവസ്ഥ. സമാധാനം സ്ഥാപിക്കുന്ന കാര്യത്തിൽ ട്രംപിൻ്റെ നിലപാടിനെ കോൺഗ്രസ് വിശ്വാസത്തിലെടുക്കുന്നില്ല. ട്രംപിലുള്ള അമേരിക്കൻ ജനതയുടെ അവിശ്വാസമാണ്
പ്രമേയത്തിലൂടെ കോൺഗ്രസ് പ്രകടിപ്പിക്കുന്നത്. 1960 സിന്ധു നദീജല കരാർ അനുസരിച്ചുള്ള വെള്ളം പാകിസ്ഥാന് നൽകുന്നത് ഇന്ത്യ നിർത്തിവെച്ചത് കഴിഞ്ഞ വർഷമാണ്. 26 പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെയുള്ള പ്രതിഷേധമെന്ന നിലയിലാണ് ഇങ്ങനെ ഒരു നടപടി ഇന്ത്യ സ്വീകരിച്ചത്. തീവ്രവാദം തടയാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതുവരെ സിന്ധു നദീജലത്തിന്മേലുള്ള നിരോധനം തുടരുമെന്നും ഇന്ത്യ അറിയിച്ചിരുന്നു. പാകിസ്ഥാനിലെ വലിയൊരു വിഭാഗം കർഷകരും സിന്ധു നദീജലത്തെ ആശ്രയിച്ചാണ് കൃഷി നടത്തുന്നത്. പാകിസ്ഥാനിലേക്ക് ജലമൊഴുകുന്നത് തടഞ്ഞാൽ കർഷകർ വലിയ പ്രതിസന്ധിയിലാകും. 2028 ശേഷം ഒരു തുള്ളി വെള്ളം പോലും പാകിസ്ഥാന് ലഭിക്കില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ഇന്ത്യയെ ആക്രമിക്കുമെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി കഴിഞ്ഞ ആഴ്ചയിൽ ഭീഷണി മുഴക്കി. പാകിസ്ഥാൻ അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് വരുന്ന തീവ്രവാദി പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ്. ഇത് അവസാനിപ്പിക്കാൻ നടപടികൾ സ്വീകരിക്കണം എന്ന ഇന്ത്യയുടെ ആവശ്യം പാകിസ്ഥാൻ അവഗണിക്കുന്നു. പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെയുള്ള സഭകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്താണ് അധികാരം ഏറ്റെടുക്കുന്നത്. ദൈവനാമത്തിലുള്ളതോ സഗൗരവത്തിലുള്ളതോ ആയ പ്രതിജ്ഞ നടത്തണം എന്നാണ് വ്യവസ്ഥ. നമ്മുടെ സംസ്ഥാനത്ത് സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ചിലർ ഈ വ്യവസ്ഥ ലംഘിച്ചു. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർ തങ്ങൾക്കിഷ്ടപ്പെട്ട ദേവന്മാരുടെയോ രക്തസാക്ഷികളുടെയോ പേരിലാണ് സത്യപ്രതിജ്ഞ നടത്തിയത്. പരേതനായ ഉമ്മൻചാണ്ടിയുടെ പേരിലാണ് ഒരാൾ സത്യപ്രതിജ്ഞ നടത്തിയത്. ഇത് നിയമലംഘനമാണെന്ന് ആരോപിച്ച് ഒരാൾ കോടതിയെ സമീപിച്ചു. കോടതി ഹർജി അനുവദിക്കുകയും ഈ സത്യപ്രതിജ്ഞ അനുവദിക്കാനാവില്ലെന്നും 30 ദിവസത്തിനകം ദൈവനാമത്തിലോ സഗൗരവത്തിലോ സത്യപ്രതിജ്ഞ നടത്താനും കോടതി നിർദ്ദേശിച്ചു. ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് ജനപ്രതിനിധികൾ ഒരിക്കൽ കൂടി സത്യപ്രതിജ്ഞ ചെയ്തു. ഇത് നിയമവാഴ്ചയുടെ വിജയമാണ്. എന്നാൽ എന്തുകൊണ്ട് ഇത് ചൂണ്ടിക്കാണിക്കാൻ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് കഴിഞ്ഞില്ല എന്നതും പരിശോധിക്കേണ്ടതാണ്. സ്വിറ്റ്സർലൻഡിലെ ചർച്ചകൾക്ക് ശേഷം അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി മാർക്ക് റൂബിയോ മധ്യ ഏഷ്യയും സന്ദർശിച്ചു. UAE, കുവൈറ്റ്, ബഹ്റിൻ തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രതിനിധികളുമായി ചർച്ചകൾ നടത്തി. ഇതോടൊപ്പം ഗൾഫ് കൗൺസിലിലെ രാജ്യങ്ങളുടെ പ്രതിനിധികളെയും സന്ദർശിച്ചു. ഇറാനുമായി ഒപ്പുവെച്ച കരാറിലെ വിശദാംശങ്ങൾ ഈ രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതായിരുന്നു 3 ദിവസം നീണ്ടുനിന്ന ഈ സന്ദർശനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. അമേരിക്കയും ഇറാനും തമ്മിലായിരുന്നു യുദ്ധമെങ്കിലും ഇറാനിൻ്റെ ആക്രമണങ്ങളെല്ലാം ഗൾഫ് രാജ്യങ്ങൾക്കെതിരെയായിരുന്നു. ഈ ആക്രമണങ്ങളിൽ നിന്നും തങ്ങളുടെ സഖ്യകക്ഷിയായ ഗൾഫിലെ രാജ്യങ്ങളെ സംരക്ഷിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല. അമേരിക്ക സംരക്ഷണം നൽകും എന്ന വിശ്വാസത്തിലാണ് ഗൾഫ് രാജ്യങ്ങളും അമേരിക്കയും തമ്മിലുള്ള ബന്ധം നിലനിൽക്കുന്നത്. യുദ്ധത്തിൽ അമേരിക്കയും ഇറാനും ഒരുപോലെ വിജയം അവകാശപ്പെടുന്നു. എന്നാൽ അമേരിക്ക ഉറപ്പു നൽകുന്ന സുരക്ഷിതത്വത്തിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് ആശങ്കയുണ്ട്. ഈ ആശങ്ക അകറ്റാനാണ് മാർക്ക് റൂബിയോയുടെ സന്ദർശനം. ആഫ്രിക്കൻ രാജ്യമായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ എബോള രോഗം പടർന്നു പിടിക്കുകയാണ്. ആഫ്രിക്കയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയതിനു ശേഷം ഫ്രാൻസിൽ മടങ്ങിയെത്തിയ ഒരാൾ രോഗബാധിതനാണെന്ന് സ്ഥിരീകരിച്ചു. ഇയാളെ വിദഗ്ധ ചികിത്സാ സൗകര്യങ്ങളുള്ള സ്ഥാപനത്തിലേക്ക് മാറ്റിയതായും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു.
ഇയാളുമായി നേരിട്ട് ബന്ധപ്പെട്ടവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. കഴിഞ്ഞ തവണ ഒരു അമേരിക്കൻ ഡോക്ടർക്ക് രോഗബാധ ഉണ്ടായപ്പോഴും അദ്ദേഹത്തെ ജർമ്മനിയിലെ ഒരു കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചികിത്സിച്ചു ഭേദമാക്കിയതിനു ശേഷം അമേരിക്കയിലേക്ക് മടക്കി അയക്കുകയും ചെയ്തു. കഴിഞ്ഞ നൂറ്റാണ്ടിനുള്ളിൽ 30 എബോള കേസുകൾ മാത്രമാണ് യൂറോപ്പിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. യൂറോപ്പിൽ നിന്നും ഒരു കേസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എല്ലാ സംവിധാനങ്ങളും പ്രവർത്തന നിരതമാവുകയും അതിശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. കോങ്കോയിൽ നിന്ന് നിത്യവും കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കാര്യമായ ഒരു ചലനവും സൃഷ്ടിക്കുന്നില്ല. 2023 ഹമാസ് നടത്തിയ ആക്രമണത്തെ തുടർന്നാണ് ഇസ്രായേൽ ഗാസയിൽ വ്യാപകമായ ആക്രമണങ്ങൾ ആരംഭിച്ചത്. 2 വർഷത്തിന് ശേഷം 2025 ഒക്ടോബറിലാണ് ഇസ്രായേൽ വെടിനിർത്തലിന് തയ്യാറായത്. 3 ഘട്ടങ്ങളായി ഗാസയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ 2026 ഫെബ്രുവരിയിൽ അമേരിക്ക-ഇറാൻ യുദ്ധം തുടങ്ങിയതോടെ ഹമാസ് ഇസ്രായേൽ വെടിനിർത്തൽ ചർച്ചകൾ അവഗണിക്കപ്പെട്ടു. കരാറിൽ പറഞ്ഞിരുന്നത് പോലെ ഹമാസ് ആയുധങ്ങൾ ഉപേക്ഷിക്കുകയോ ഇസ്രായേൽ യുദ്ധം നിർത്തുകയോ ചെയ്തില്ല. 2025 ഒക്ടോബറിൽ ഒപ്പുവെച്ച കരാർ ഇസ്രായേൽ പല പ്രാവശ്യം ലംഘിച്ചു. ഈ ചൊവ്വാഴ്ച ഐക്യരാഷ്ട്രസഭയുടെ ഒരു കമ്മീഷൻ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് ഈ വിവരം സ്ഥിരീകരിക്കുന്നു. ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവരിൽ അധികവും കുട്ടികളാണെന്നാണ് കമ്മീഷന്റെ മറ്റൊരു കണ്ടെത്തൽ. പാലസ്തീനികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കാൻ ഇസ്രായേൽ ബോധപൂർവം പദ്ധതി തയ്യാറാക്കുന്നതായും കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ സ്ഥലങ്ങൾ ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കുന്നു എന്നതാണ് മറ്റൊരു കണ്ടെത്തൽ. അന്തരീക്ഷത്തിലെ താപനില അസാധാരണമായ നിലയിൽ ഉയരുന്നതിനാൽ യൂറോപ്പിൽ ജനജീവിതം വലിയ പ്രതിസന്ധിയിലാണ്. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയാണ് പടിഞ്ഞാറൻ യൂറോപ്പിൽ വേനൽക്കാലം. സാധാരണഗതിയിൽ താപനില 15 ഡിഗ്രിക്കും 30 ഡിഗ്രിക്കും മധ്യേയാണ്. ഈ വർഷം അത് 40 ഡിഗ്രിയും കടന്നുപോയി. സാധാരണഗതിയിൽ അനുഭവപ്പെടുന്നത് തണുത്ത കാലാവസ്ഥയായതിനാൽ AC ഉപയോഗിക്കുന്നവരുടെ എണ്ണം കുറവാണ്. AC വിൽപ്പന ഇപ്പോൾ ഇരട്ടിയിലധികമായിട്ടുണ്ട്. ചൂടിനെ നേരിടാൻ ബീച്ചുകൾ മാത്രമല്ല റെയിൽവേ സ്റ്റേഷനുകൾ പോലും ജനങ്ങൾ കയ്യേറുന്നു. ഇംഗ്ലണ്ട്, ഇറ്റലി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ പകൽ താപനില 40 ഡിഗ്രിയിൽ കൂടുതലാണ്. പകൽ സമയത്ത് പുറത്തു പോകുന്നത് നിയന്ത്രിക്കാൻ ഒട്ടുമിക്ക രാജ്യങ്ങളും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം രോഗം ബാധിച്ച് ആശുപത്രിയിൽ എത്തുന്നവരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. പരസ്യമായ മദ്യപാനവും പകൽ സമയത്തുള്ള മദ്യവിൽപ്പനയും ഫ്രാൻസ് നിരോധിച്ചു. വേനൽക്കാലം ആരംഭിച്ചിട്ടേയുള്ളൂ. പ്രകൃതിയുടെ വെല്ലുവിളികൾ എങ്ങനെ നേരിടും എന്ന ചിന്തയിലാണ് യൂറോപ്പ്. ഇംഗ്ലണ്ടിലെ ലേബർ പാർട്ടിയുടെ നേതാവായ കീർ സ്റ്റാമർ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചു. എന്നാൽ പുതിയ പ്രധാനമന്ത്രിയെ കണ്ടെത്തുന്നതുവരെ ഇദ്ദേഹം അധികാരത്തിൽ തുടരും. 10 വർഷത്തിനിടയിൽ അധികാരമൊഴിയേണ്ടി വരുന്ന 7ാമത്തെ പ്രധാനമന്ത്രിയാണ് കീർ സ്റ്റാമർ. 2024 ഇദ്ദേഹം പ്രധാനമന്ത്രി പദം ഏറ്റെടുത്തത്. 14 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ലേബർ പാർട്ടി അധികാരം പിടിച്ചെടുത്തത്. അടുത്ത കാലത്തു നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ ഈ വിജയം ആവർത്തിക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഇതേ തുടർന്നാണ് സ്വന്തം പാർട്ടിയിൽ ഇദ്ദേഹത്തിൻ്റെ പിന്തുണ കുറയാൻ തുടങ്ങിയത്. പ്രമുഖ ലേബർ പാർട്ടി നേതാവായ പീറ്റർ മാൻഡേഴ്സന്റെ നിയമനം വിവാദമായി. ഇദ്ദേഹത്തെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ഉദ്യോഗസ്ഥർ മറച്ചുവെച്ചു എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് നിയമനം റദ്ദു ചെയ്തു. എങ്കിലും
ജനപിന്തുണ വർദ്ധിച്ചില്ല. പാർട്ടിയിൽ ഇദ്ദേഹത്തിൻ്റെ എതിരാളിയായ ആൻഡി ബേൺഹാം പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് ഇദ്ദേഹം സ്വമേധയാ രാജിവെക്കുകയായിരുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്.